ഹായ്, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞു. ഞാനിന്ന് കുറച്ച് നേരത്തെ എണീറ്റു. ഇന്ന് മക്കൾക്ക് സ്വാതന്ത്ര്യദിനമായതുകൊണ്ട് തന്നെ സ്കൂളിൽ 9 മണിക്ക് എത്തണം. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ എണീറ്റു. 5:45 ആയപ്പോൾ ഞാൻ എണീറ്റു കേട്ടോ. നമുക്ക് അവർക്ക് പെട്ടെന്ന് ചായയൊക്കെ കൊടുത്ത് കുളിപ്പിക്കുകയൊക്കെ വേണം. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് സ്കൂളിലേക്ക് പോകണം. വീട്ടിൽ നിന്ന് 8:30 ആകുമ്പോൾ ഇറങ്ങിയാൽ 9 മണീൻ്റെ മുന്നേ നമുക്ക് സ്കൂളിലെത്താൻ വേണ്ടി പറ്റും. സ്കൂൾ വണ്ടി വരും. പക്ഷേങ്കിൽ നമ്മൾ സ്കൂൾ വണ്ടിക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നില്ല. കാരണം അഥവാ വണ്ടി ലേറ്റ് ആയാൽ മക്കൾക്ക് പതാക ഉയർത്തുന്നത് കാണാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നേരെ സ്കൂളിലേക്ക് പോകും. ഒരു 15 മിനിറ്റ് കൊണ്ട് സ്കൂളിലെത്തും. 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ വീട്ടിൽ നിന്ന് സ്കൂളിൽ നടന്നു പോകാൻ. അപ്പോൾ അംഗൻവാടിയിലും പോകണം. അംഗൻവാടിയും സ്കൂളും അടുത്തടുത്ത് തന്നെയാണ്. അതുകൊണ്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു സ്ഥലത്ത് തന്നെയാണല്ലോ പോകേണ്ടത്. അപ്പോൾ ഞാനിന്ന് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് രാവിലെ. അപ്പോൾ ഇന്നലെ നമ്മൾ മില്ലിൽ പോയി അരി പൊടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഉള്ളതുകൊണ്ട് നമുക്കിന്ന് രാവിലെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല. പഴയിരിപ്പുണ്ട്. മക്കൾക്കും പഴമാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കാം. ഞാൻ എണീക്കുമ്പോൾ തന്നെ മക്കൾ എണീറ്റു കേട്ടോ. ഒരിക്കലും അവർ നേരത്തെ എണീക്കില്ല. എത്ര വിളിച്ചാലും എണീക്കില്ല. പക്ഷേങ്കിൽ ഇന്ന് സ്കൂളിൽ സ്വാതന്ത്ര്യദിനമായതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു സന്തോഷമാണ്. അതുകൊണ്ട് എൻ്റെ പുറകെ തന്നെ അവർ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ചായയൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് അങ്ങോട്ടേക്ക് പോവാം. ബാക്കി വിശേഷം നമുക്ക് സ്കൂളിൽ വെച്ചിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ സ്കൂളിലേക്ക് പോകണം. പിന്നെ അടുത്ത വീട്ടിലൊരു കുട്ടിയും കൂടിയുണ്ട്. അവരെയും കൂട്ടിയിട്ട് നേരെ നമുക്ക് സ്കൂളിലേക്ക് പോകണം. സ്കൂൾ മാത്രമല്ല കേട്ടോ, അംഗൻവാടിയിലേക്കും കൂടിയും പോകുന്നുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സ്കൂൾ. എൻ്റെ മോൻ പഠിക്കുന്ന സ്കൂളാണ് കേട്ടോ. ഞാൻ അംഗൻവാടിയുടെ മുറ്റത്ത് നിന്നിട്ടാണ് സ്കൂളിൻ്റെ വീഡിയോ എടുക്കുന്നത്. അംഗൻവാടിയിലെ കുട്ടികളും കൂടി ആ ഗ്രൗണ്ടിൽ വന്നു നിന്നു. അവിടുത്തെ സാറ് ദേശീയ പതാക ഉയർത്തി. ഞങ്ങളെല്ലാവരും കൂടി ഗ്രൗണ്ടിലായിരുന്നു. അപ്പോൾ ദേശീയ പതാക ഉയർത്തുന്നതൊക്കെ കണ്ടു. പിന്നെ അവിടെ റാലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്കൂളിൽ. പിന്നെ പായസമൊക്കെ കുടിച്ചു. പിന്നെ പതാക ഉയർത്തിയതിന് ശേഷം ഞങ്ങൾ അംഗൻവാടിയിലേക്ക് പോയി കേട്ടോ. പിന്നെ ഞങ്ങൾ അംഗൻവാടിയിൽ നിന്നാണ് പായസമൊക്കെ കുടിച്ചത്. പിന്നെ വേറെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈ റാലിയൊക്കെ കണ്ട് അതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോയേ.